കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് മുട്ടൊക്കെ അറുത്ത് ഗണേശനെ സ്തുതിച്ച് നമുക്ക് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. ഇന്നിപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞാൽ വലിയ തിരക്കില്ല, എന്നാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചകളിൽ നിന്നും വിഭിന്നമായിട്ടുള്ളൊരു തിരക്കുണ്ടായിരുന്നു. പക്ഷേ അവസാനം 1:45 ക്യൂ ഒക്കെ ക്ലോസായി. അതിന് ശേഷം ആ കൊടിമരത്തിൻ്റെ അവിടെ തുറന്നു. അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾക്ക്, അതായത് ചുറ്റമ്പലത്തിലുള്ള ആളുകൾക്ക് സമാധാനമായിട്ട് സുഖമായിട്ട് തൊഴാനുള്ള ഒരവസരം, ക്യൂ നിൽക്കാതെ തൊഴാനുള്ള ഒരു അവസരം കിട്ടി. അതൊരു ഭാഗ്യമാണ്. കാരണം ക്യൂവിൽ 5, 6, 8 മണിക്കൂർ ക്യൂ നിന്ന് വരുന്നതിനെ നോക്കുമ്പോൾ ഇതൊരു അതിഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭക്തർ തൊഴുതു. കൃത്യം 2 മണിക്ക് തന്നെ അടച്ചു. കാരണം 3:30 വീണ്ടും തുറക്കണം. ആ ഒരു കാര്യം കൊണ്ട് 2 മണിക്ക് അടച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ ആ ഗോപുരവാതിൽ കടന്ന് നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുക. അകത്തേക്ക് നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹം, അതായത് ദേവകൾ പൂജിതമായ ആ വിഗ്രഹം, അതിലെ കളഭം കൊണ്ടുള്ള അലങ്കാരം കണ്ട് ആ ഉച്ചപൂജ കണ്ട് തൊഴാനാണ്, ഉച്ചപൂജ കഴിഞ്ഞ നേരത്ത് കണ്ട് തൊഴാനാണ് നമ്മൾ ഇത്രയും കാത്തു നിന്ന് പോകുന്നത്. അപ്പോൾ ആ ശ്രീലകത്തെ ആ നെയ്വിളക്കിൻ്റെ ആ സ്വർണ്ണശോഭ, അതായത് സ്വർണ്ണവിളക്കാണ്, സ്വർണ്ണവിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് കത്തിക്കുക ശ്രീലകത്തെ. ആ ഒരു ശോഭ നമ്മളിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മൾ ഇടതുവശത്തുള്ള ആ പീഠം നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. കാരണം മേൽപ്പത്തൂര് ആ നാരായണീയം എഴുതിയ സ്ഥലം ആണ് എന്നാണ് സങ്കല്പം. അതിനുശേഷം അദ്ദേഹത്തിന് ആ വലതുവശത്തുള്ള ആദ്യത്തെ തൂണ്, അവിടെ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്നുള്ള സങ്കല്പത്തിൽ അവിടേക്ക് നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ മുഴുവൻ ഒന്നും അലങ്കാരം ഇല്ല എന്ന് കേട്ടോ. എന്നൊരു എന്താ പറയുക, ആലിലയിൽ കിടക്കുന്ന ഒരു ഉണ്ണിയാണ്, ഒരു പൊന്നുണ്ണിയാണ്. ആലിലയിലുള്ള ഒരു പൊന്നുണ്ണീനെയാണ് കാണാനുള്ളത്. കാൽവളകൾ കാണാനുണ്ട്. 2 കാലുകളും 2 കാൽവളകളും കാണുന്നു. കൈവളകൾ കാണാനുണ്ട്. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ 2 കൈവളകളും കാണാനുണ്ട്. തോൾവളകളുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട്. സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു എണ്ണക്കണ്ണൻ, ഉണ്ണിക്കണ്ണനാണ് ഇന്നത്തെ ആ കളഭം കൊണ്ടുള്ള അലങ്കാരം. പിന്നെ തിരുമുടിമാലകൾ 2 ഉണ്ട്. തുളസിപ്പൂവും വെളുത്ത പൂവായിട്ടുള്ള അതേപോലെ തന്നെ 2. പിന്നെ ഉണ്ടമാലകൾ 2 ആയിട്ട്, അതും തെച്ചിക്കും തുളസിക്കും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അങ്ങനെ നല്ല വലിയ ഉണ്ടമാലകളും. എന്നാലും ബാക്കി ഭാഗം കളഭമൊന്നും ഇല്ലാത്ത, അപ്പം നമ്മൾ ആലില ആണ് എന്ന് സങ്കല്പിക്കുക. ആലിലയിൽ കണ്ണൻ ഇരിക്കണ മാതിരത്തെ ആ ഒരു കാഴ്ചയാണ്. ബാക്കി ഭാഗം ആ അഞ്ജന ശിലയം തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രീലകത്തേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാണുകയാണ് എന്ന് സങ്കല്പിക്കുക. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരിക്കുന്നത് മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരി. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരിക്കുന്നത് പഴയം സതീശോദിക്കനാണ്. വളരെ നല്ല, ചെറുതെങ്കിലും നല്ല ഒരു കളഭാലങ്കാരമാണ്. വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കളഭാലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അങ്ങനെ അതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചു താഴത്തേക്ക് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി നേരെ ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി കണ്ടു തൊഴുതു. അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നെ വീണ്ടും നമ്മൾ തിരിഞ്ഞ്
ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലയിൽ കിടക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ വീണ്ടും കാണാം. അങ്ങനെ കണ്ടു തൊഴുതു. പിന്നെ സപ്തമാതാക്കളെ കണ്ടു തൊഴുക. അതിനുശേഷം വീണ്ടും ഗണപതിയുടെ അവിടേക്ക് വരികയാണ്. ഗണേശനെ അത്യാവശ്യം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗണേശനെ കണ്ട് തൊഴുക. നിറയെ അർച്ചന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർച്ചനയുടെ പൂക്കൾ ധാരാളമായിട്ട് ഇങ്ങനെ ഉണ്ട്. എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ അടുത്തേക്ക്, ആ സരസ്വതി അറയിലേക്ക് നോക്കുമ്പോൾ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അതേപോലെ ആ കിടാവിളക്ക് കത്തണുണ്ടാവും. അപ്പോൾ സരസ്വതി ദേവീനെ കണ്ടു തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ ആ ചെറിയ ഗണപതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടി തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കണ്ടു തൊഴാം. അതിനുശേഷം മേൽശാന്തിയുടെ ഇരിക്കുന്ന സ്ഥലത്ത് പഴയം സതീശോദയിക്കൻ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വീണ്ടും വാമന രൂപം കാണാം, ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ മഹാവിഷ്ണു ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെ നിറയെ പൂക്കളാണ്. നിറയെ പൂക്കൾ കൊണ്ട് മേലെയൊക്കെ വിധാനമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യുണ്ട് ഉണ്ട്. അപ്പോൾ നല്ല പ്രകാശമുണ്ട്. അത് കഴിഞ്ഞ് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ അവിടെ നിന്ന് മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുക. ആരും പെട്ടെന്ന് എണീപ്പിക്കൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് വേണ്ടതൊക്കെ പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാം. കണ്ട് തൊഴുത് കണ്ണനെയൊക്കെ കണ്ട് തൊഴാം, മുരുകനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ വെറ്റിലമാലയും കുങ്കുമൊക്കെ നിറച്ചുണ്ട്, ധാരാളം. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ നാരങ്ങമാലയുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ടു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ഓവിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങി നിന്ന് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. വടക്കേ നടയുന്നും താമരക്കണ്ണനെ കാണാം. ഇപ്പോഴത്തെ ആ ഒരു കാഴ്ച. അത് കഴിഞ്ഞാൽ നേരെ കിഴക്ക് വശത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രില്ല് കാണാം. ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ മണിക്കിണർ കാണാം. മണിക്കിണർ കണ്ട് തൊഴാം. പിന്നെ നൃത്ത അറയിൽ നോക്കിയാൽ കിടാവിളക്ക് ഇങ്ങനെ കത്തിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ഏത് രൂപത്തിലാണോ നമ്മളെ മനസ്സിൽ തോന്നുന്നത് ആ രൂപത്തിൽ നമ്മൾ ആ ഉണ്ണിയെ കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഉണ്ണിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നേരെ തിരിച്ചിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ ഇട്ടിങ്ങനെ കാണാം. അത് കഴിഞ്ഞാൽ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി നേരെ അമ്മേനെ കാണാൻ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ നിന്ന് നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നിറയെ എന്താ വെച്ചാൽ മുഴുവൻ ഇതൊന്നും മേക്കപ്പൊന്നും വന്നിട്ടില്ല. അതായത് ചന്ദനക്കാപ്പൊന്നും വെച്ചിട്ടില്ല. കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ 2 മാലകളുണ്ട്, നെക്ലസ്, സ്വർണത്തിൻ്റെ മാലകൾ. കാശിമാല എന്നൊക്കെ പറയുന്ന പോലത്തെ മാലയും വേറൊരു മാലയും. അതേമാതിരി വലിയൊരു പൊട്ട്, സ്വർണത്തിൻ്റെ തന്നെ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പുറകെ വശത്തായിട്ട് നീല കളറിലുള്ള ഒരു എന്താ പറയുക ആടയാഭരണങ്ങളെ പോലെ വെച്ചിട്ടുള്ള ബാക്ക് സൈഡ്. അതേപോലെ മുൻവശത്ത് നല്ല മഞ്ഞ പട്ടും
അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പകുതി വളരെ വിഷുവൊക്കെ കഴിഞ്ഞപ്പോഴേ നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ ഇങ്ങനെ പോരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുക, മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ ആ ഒരു പ്രതീതി ഉണ്ടാവും. ആ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ ആലിലക്കണ്ണനെ കാണാം. കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് അവിടെയും കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടാവും. അത് കണ്ട് തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന്, അയ്യപ്പസ്വാമിക്കൊന്ന് കളപച്ചാർത്ത് അധികം വന്നിട്ടില്ല, അതായത് ചന്ദനച്ചാർത്ത് വന്നിട്ടില്ല. മുഖമൊക്കെ കറുത്ത ആ ഒരു ഇത് തന്നെയാണ്. അങ്ങനെ അതിൻ്റെ മുകളിൽ നല്ല സ്വർണത്തിൻ്റെ ഗോപിയൊക്കെ വെച്ചിട്ടുള്ള പൊട്ടൊക്കെ വെച്ച് മഞ്ഞപ്പട്ട് തന്നെ എന്താ പറയുക അയ്യപ്പസ്വാമി ഇട്ടുന്ന്. അപ്പോൾ കണ്ട് തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ഭൂതനാഥനെയും കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിലുള്ള ദീപസ്തംഭത്തിൽ മുകളിലുള്ള വേണുഗോപാലിനെ നോക്കി തൊഴുക. അതേപോലെ കുറച്ചിങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആ ഗരുഡധ്വജനായിട്ട് കണ്ട് തൊഴുതോളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതു. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്ന് മനസ്സിലങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ ദർശിച്ച ആ ഒരു അനുഭവം നമ്മളുടെ മനസ്സിലേക്ക് എത്തും. ഭക്തരിൽ ദാസനായിട്ട് വിളങ്ങുന്ന ഗുരുവായൂരപ്പനാണ്. ഏത് ഭക്തിയാണോ ആ ഭക്തി കൊണ്ട് ഭക്തിയും വിഭക്തിയും ഒക്കെ പറ്റുമെന്ന് പറയുന്ന ആ എന്താ പറയുക നാരായണനെ ഏത് തരത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ആ നാരായണൻ്റെ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഓടിയെത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.